നമസ്കാരം. സി ടോക്കിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ പ്രോ വി സി ആയിരുന്ന ഡോക്ടർ കെ ജയപ്രസാദ്. നമസ്കാരം സാർ. സാർ, ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന, കേരളത്തിലല്ല ദേശീയ തലത്തിൽ പോലും പല സാഹചര്യങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഇ ഡി റെയ്ഡും ഇ ഡിയുടെ രാഷ്ട്രീയ വേട്ടയാടൽ എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചും. ഇപ്പോൾ കേരളത്തിലും സമാനമായ ഒരു ആരോപണം ഏറെ ഗുരുതരമായി തന്നെ ഉയർത്തുകയാണ്. അതായത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിൽ ഇ ഡി സംഘം നടത്തിയ റെയ്ഡ്, അതും കോടതി ഉത്തരവിന് തൊട്ട് പിന്നാലെയാണ് അത്തരമൊരു നീക്കം നടത്തിയത്. പക്ഷേ അതിനെ ശക്തമായി തന്നെ വിമർശിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ ഒരു ചട്ടുകമായി ഇ ഡി പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണമാണ് അതിൽ ഉയർന്നു കേൾക്കുന്നത്. എത്രത്തോളം വസ്തുതയുണ്ട് ഈ ഒരു ആരോപണത്തിന്? നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളുടെ വീട്ടിൽ ഇ ഡി നടത്തിയ സെർച്ചിനെയാണ് നമ്മൾ പിണറായി വിജയൻ്റെ വീട്ടിൽ നടത്തിയ റെയ്ഡ് എന്നുള്ള തലത്തിൽ അതിനൊരു രാഷ്ട്രീയ വ്യാഖ്യാനം നൽകി ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും CPM തന്നെ ആ തരത്തിൽ ഇതൊരു ഇൻ്റർനാഷണൽ വിഷയമായിട്ട് മാറ്റി. ഇൻ്റർനാഷണൽ വിഷയം എന്ന് മാറ്റുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ടർക്കിയുടെ, അതായത് തുർക്കിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിണറായി വിജയൻ്റെ റെയ്ഡിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. ഐക്യദാർഢ്യം അതുകൊണ്ട് ഞാൻ അന്തർദേശീയ തലത്തിൽ, അത് മാത്രമല്ല ദേശീയ തലത്തിൽ CPMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ അറസ്റ്റ് വരിച്ച് പ്രതിഷേധം ഉണ്ടായി. കേരളത്തിൽ വ്യാപകമായ രീതിയിൽ പ്രതിഷേധവും അടുത്ത ദിവസം മാത്രമല്ല തിരുവനന്തപുരത്ത് ഇ ഡി ഉദ്യോഗസ്ഥരെ കൊല്ലാൻ ശ്രമിക്കുന്ന തരത്തിൽ അവരുടെ 3 വാഹനങ്ങൾ അടിച്ചു തകർക്കുന്നു. വളരെ ഗുരുതരമായ ക്രമസമാധാന വിഷയമാക്കി മാറ്റി തിരുവനന്തപുരത്ത്. അടുത്ത ദിവസം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം മുഴുവനും പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഇതിനൊരു പൊളിറ്റിക്കൽ വ്യാഖ്യാനം നടത്തി ഒരു വലിയൊരു അഴിമതിയെ ഒരു പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിൽ ഇടതുപക്ഷം രാഷ്ട്രീയമായി വിജയിച്ചിട്ടുണ്ട്. പക്ഷേ വസ്തുതകൾ അതിനോടൊപ്പം ഒത്തുനിൽക്കുന്നില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൻ്റെ പ്രസക്തി. കാരണം ഇതിൽ ഇ ഡി റെയ്ഡ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇ ഡിയുടെ സെർച്ച് വരുന്നത് ഈ വിഷയത്തിൽ ഇ ഡി ഇനിഷ്യേറ്റ് ചെയ്ത ഒരു കേസല്ല ഇത്. യഥാർത്ഥത്തിൽ 2019 CMRL എന്നുള്ള കമ്പനി അവരുടെ അവരടച്ച ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അവർക്കുണ്ടായ ചില പരാതികൾ കാരണം അവർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ സമീപിക്കുകയും അങ്ങനെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുന്നിൽ അവർ അപ്പീൽ കൊടുക്കുകയും ചെയ്തു. ആ അപ്പീൽ പരിശോധിക്കുന്നതിന് ഇടയിലാണ് ഈ കമ്പനിയുടെ സാമ്പത്തിക വ്യവഹാരത്തിലുണ്ടായ ഒരുപാട് പാളിച്ചകൾ കാണുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ശ്രീമതി വീണ വിജയൻ്റെ കമ്പനി എക്സാലോജിക് എന്നുള്ള കമ്പനി ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ എക്സാലോജിക് എന്ന് പറയുന്നൊരു കമ്പനി പിണറായി വിജയൻ്റെ മകള് ബാംഗ്ലൂർ ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഒരു രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിയുടെ ക്രെഡൻഷ്യൽസ് നമ്മൾ നോക്കുമ്പോൾ അവർ IT മേഖലയിലെ സൊല്യൂഷൻസ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവീസാണെങ്കിൽ പോലും അങ്ങനെ കാര്യമായ കസ്റ്റമേഴ്സൊന്നും അവർക്ക് അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. 2017 CMRL കമ്പനിയുമായിട്ട് ഒരു എഗ്രിമെൻറ്റിലെത്തുന്നത്. അപ്പോൾ സാധാരണ നമ്മളൊരു IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഒരു എക്സ്പീരിയൻസ് പൂർവ്വകാല ബാക്ക്ഗ്രൗണ്ട് ചെക്ക് മാത്രമല്ല, അതായത് നിങ്ങളുടെ കസ്റ്റമേഴ്സ്, നിങ്ങൾ മറ്റ് പല സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സർവീസ് കൊടുക്കുന്നവരായിരിക്കും. അപ്പോൾ ഈ കമ്പനിയെ സംബന്ധിച്ച് വരുന്നത്, ഈ കമ്പനി മറ്റൊരു സ്ഥാപനത്തിനും സർവീസ് കൊടുത്തിട്ടില്ല. ഇവരുടെ ചരിത്രം പറയുന്നത് ഒരു സ്കൂൾ തലത്തിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് സ്കൂളുകൾക്ക് ഉപയോഗിക്കാനുള്ളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് മാത്രമാണ് അവരെ ചരിത്രത്തിൽ അവർ പറയുന്ന ഒരു കാര്യം. അത് ഇന്ന് ആപ്ലിക്കബിൾ ആണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത് ഡെവലപ്പ് ചെയ്തു എന്നുള്ളൊരു യാഥാർത്ഥ്യമായിരിക്കാം. അതിനപ്പുറം ഈ IT സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഈ സർവീസ് മേഖലയിൽ ഇവർ കാര്യമായ അവരുടെ ഒരു റോള് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം നടത്തുമ്പോഴും കാണുന്നത് ഈ എക്സാലോജിക് എന്നുള്ള കമ്പനി CMRL ചില ഇൻവോയ്സസ് കൊടുത്തിട്ടുള്ളതല്ലാതെ യാതൊരു തരത്തിലുമുള്ള ഈ സർവീസ് സംബന്ധമായ ഒരു കത്തിടപാടുകൾ, നമ്മൾ ഇന്നത്തെ കാലത്ത് കത്തിടപാടെന്ന് പറഞ്ഞാൽ ഇമെയിലാണ്. അപ്പോൾ ഇമെയിൽ ട്രാൻസാക്ഷൻസോ ഒന്നും നടത്തിയിട്ടുമില്ല. ആകെ നടത്തിയിരിക്കുന്നത് റിസീവ് ചെയ്ത പൈസയുടെ ഇൻവോയ്സ് കൊടുത്തു എന്ന് മാത്രമാണ്. അപ്പോൾ അങ്ങനെയാണ് 2.73 crore rupees ഈ കമ്പനി പേ ചെയ്തതിൻ്റെ സർവീസ് എന്താണെന്ന് പ്രൂവ് ചെയ്യാൻ കഴിയാത്തതാണ് ഈ വിഷയത്തിൻ്റെ. ഒന്നുകൂടി ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഡർ വിളിക്കുകയോ
വേണ്ട വിധത്തിലുള്ള നടപടിക്രമങ്ങളൊന്നും തന്നെ പാലിക്കുകയോ ചെയ്യാതെ എന്തൊക്കെയോ സർവീസുകൾ ചെയ്തു, അതിനുള്ള പ്രതിഫലം ഒരു കമ്പനിയെ സംബന്ധിച്ച് ടെൻഡർ വിളിക്കാതെ വേണമെങ്കിൽ ഇത്തരം സർവീസിന് കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോഴും ആ കമ്പനിയുടെ പൂർവ്വകാല പ്രവർത്തന പരിചയമുണ്ടല്ലോ, ട്രാക്ക് റെക്കോർഡ്. ആ ട്രാക്ക് റെക്കോർഡ് നമ്മൾ നോക്കുമ്പോൾ ഇത് സംശയത്തിൻ്റെ നിലയിൽ വന്നതുകൊണ്ടാണ് ഈ വിഷയങ്ങളുണ്ടാകുന്നത്. ഇപ്പം അത്തരം കമ്പനികൾ ഒരു പക്ഷേ ആദ്യമായി ഒരു ജോലി അവർക്ക് അസൈൻമെൻറ്റ് കിട്ടുന്നു, ചെയ്യുന്നു, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇവിടെ വന്നത് ഇത് ഒരു അഴിമതിയുമായിട്ട്, അതായത് മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംശയത്തിൻ്റെ നിലയിൽ വന്നപ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ അനലൈസ് ചെയ്യേണ്ടി വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ പല സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണെന്നുള്ള തരത്തിൽ ഇതിനെ നമുക്ക് പറയാമായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ കമ്പനി ഏതാണ്ട് ഇപ്പം ഡിഫങ്ക്റ്റ് കമ്പനിയാണ്. അപ്പം 2020 തന്നെ ഈ കമ്പനി അടച്ചുപൂട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ അപേക്ഷ കൊടുക്കണം. കാരണം ഈ കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ടാണ് അത്തരം ഒരു അപേക്ഷ കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ എക്സാലോജിക് എന്നുള്ള കമ്പനി ആകെ ഒരു സർവീസ് നടത്തി കമ്പനി അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വ്യവഹാരവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള തർക്കങ്ങൾ, അല്ലെങ്കിൽ ഇതിൻ്റെ തുടക്കമെന്ന് പറഞ്ഞാൽ 2019 അപ്പോൾ 2017, 18, 19 രണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി കൊടുത്ത ഈ CMRL കമ്പനിയും അതുപോലെ എക്സാലോജിക് എന്നുള്ള ഈ പിണറായി വിജയൻ്റെ മകളുടെ കമ്പനിയും കൊടുത്ത IT റെക്കോർഡ്സുകൾ തന്നെയാണ് അവർക്ക് വിനയായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് ഇവർ പറഞ്ഞ വാദങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായില്ല. കാരണം അതിന് നിരത്തിയ വാദങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയ വസ്തുതകൾ ഒരിക്കലും നമുക്ക് ശരിയായ രീതിയിലുള്ളൊരു സാമ്പത്തിക വിനിമയമായി ഇതിനെ കണക്കാക്കാൻ കഴിയില്ല. കാരണം ഇത്തരം ഒരു കമ്പനിയുമായിട്ടുള്ള സർവീസ് സ്വീകരിക്കാതെ, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഉദ്യോഗസ്ഥരെ അവർ ചോദ്യം ചെയ്യുമ്പോൾ അവരും പറയുന്നുണ്ട് സർവീസ് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്, റെക്കോർഡ്സിലൊന്നും ഇല്ല. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഈ ഓഫീസിൽ നിന്ന് എൻക്വയറി നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൽ വന്ന CMRL കമ്പനിയുടെ ഒരു പരാതിയിലാണ് തുടക്കം, അല്ല അവരുടെ അപ്പീലിലാണ് തുടക്കം എങ്കിലും പിന്നീട് അത് SFIO അത് കൂടുതൽ എൻക്വയറി നടക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രീമതി വീണ വിജയനോട് ഏതാണ്ട് 14 ചോദ്യങ്ങളാണ് അവർ ചോദിച്ചത്. ഈ 14 ചോദ്യങ്ങൾ എന്നൊരു ചോദ്യാവലിയായിരുന്നു. അപ്പം ഈ ഒരു കമ്പനി ഇവരുടെ കമ്പനി നടത്തിയ സേവനങ്ങളിൽ ഏതൊക്കെ തരത്തിലാണ്, അതിൻ്റെ നാൾ വഴികളെക്കുറിച്ചായിരുന്നു ഈ 14 ചോദ്യങ്ങൾ. ഈ 14 ചോദ്യങ്ങളിലും ശരിയായ മറുപടി പറയാൻ വീണ വിജയനോ എക്സാലോജിക് എന്നുള്ള കമ്പനിക്കോ കഴിഞ്ഞിട്ടില്ല. അപ്പം ഇത്രയും തുക കൈപ്പറ്റിയത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു ചോദ്യം വരുന്നത്, 14 ചോദ്യങ്ങളൊന്ന് പറയുന്നത് എക്സാലോജിക്കിൻ്റെ ഈ രംഗത്തെ പരിചയം. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒരു IT സൊല്യൂഷൻസ് എന്നുള്ള തരത്തിൽ നിങ്ങൾ തുടങ്ങിയ ഒരു സർവീസ് കമ്പനി, നിങ്ങൾ ഈ മേഖലയിൽ എന്ത് കോൺട്രിബ്യൂഷനാണ് ചെയ്തത്, അതായത് നിങ്ങളുടെ സർവീസ്, അതായത് നിങ്ങളുടെ ചരിത്രമാണ് അതിനകത്ത് ചോദിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അവർക്ക് കാര്യമായി ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു എന്നുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ സ്കൂൾ തലത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ, വേണമെങ്കിൽ കോളേജിൽ ഉപയോഗിക്കാമായിരിക്കും. അത് ഇന്ന് ആരെങ്കിലും ആ സോഫ്റ്റ്വെയർ ആരെങ്കിലും ഉപയോഗിക്കണമെന്നല്ല, ഈ കമ്പനി ഡെവലപ്പ് ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അതാണ് മാത്രമാണ് ഒരു തെളിവുള്ളത്. മറ്റൊന്ന് CMRL കമ്പനിയുമായിട്ടുള്ള കരാറുകൾ എന്തൊക്കെയാണ് എന്നുള്ള ചോദ്യം. അതുപോലെ തന്നെയാണ് വീണ വിജയനും CMRL കമ്പനിയും എക്സാലോജിക്കും CMRL കമ്പനിയും തമ്മിൽ 2 കരാറുകളുണ്ട്. ഈ കരാറിനെ കുറിച്ച്, അതായത് പണം കൈമാറിയത് എക്സാലോജിക്കിന് മാത്രമല്ല, വീണയ്ക്ക് നേരിട്ട് രണ്ട് തരത്തിൽ. അതുകൊണ്ടാണ് ആ തരത്തിൽ ഡയറക്ടർ എന്ന തരത്തിലായിരിക്കണം. ആ 2 തരത്തിലുള്ള കൈമാറ്റം നടന്നിട്ടുണ്ട്. മാത്രമല്ല 50 ലക്ഷം അവർക്ക് കടമായും കൊടുത്തിട്ടുണ്ട്. 25 ലക്ഷത്തിൻ്റെ 2 ഗഡുക്കളായിട്ട് കടമായിട്ടും കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിൻ്റെ വരുന്നുണ്ട്. അപ്പം ഇത് ഈ 2 വർഷത്തെ 2 ഫിനാൻഷ്യൽ ഇയറിലാണ് ഇത്രയും ട്രാൻസാക്ഷൻ നടന്നത്. അപ്പം ഈ കമ്പനിയെക്കുറിച്ചുള്ള സംശയം വരുന്നത്, കമ്പനിയുടെ സർവീസ് എന്താണെന്ന് ഇതിനകത്ത് വ്യക്തമാക്കിയിട്ടില്ല. കമ്പനിയുടെ ചരിത്രത്തിൽ മറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഈ എക്സാലോജിക് എന്നുള്ള കമ്പനി സർവീസ് നടത്തിയതായും കാണുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇതൊരു കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ മകള് സ്ഥാപിച്ച കമ്പനിയാണ്. അപ്പോൾ അവിടെയാണ് സംശയത്തിൻ്റെ നിഴൽ വരുന്നത്. മാത്രമല്ല ഈ ട്രാൻസാക്ഷൻ്റെ ഈ CMRL എന്നുള്ള കമ്പനിയുടെ കരിമണൽ കമ്പനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കർത്തായുടെ കമ്പനിയുടെ കൊടുക്കൽ വാങ്ങലുകളിൽ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയക്കാർ, പ്രധാനമായിട്ടും ഇടത് വലത് മുന്നണിയിലെ രാഷ്ട്രീയ നേതാക്കൾക്കെല്ലാം
സാമ്പത്തിക സഹായം കൊടുക്കുന്നത്. അതിനകത്ത് തെറ്റ് പറയുന്നില്ല, കാരണം കേരള ഒരു രാഷ്ട്രീയ പാർട്ടികൾ ആ തരത്തിൽ സംഭാവന സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പാർട്ടി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ കൊടുത്തിട്ടുണ്ട്. ചില മാധ്യമ സ്ഥാപനങ്ങൾക്കും കൊടുത്തിട്ടുണ്ട് അവരുടെ ഡയറി കുറിപ്പുകളിൽ. അത് സംഭാവനയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും കൊടുത്തിട്ടുണ്ട്. അതിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ എല്ലാ പേരുമുണ്ട്. ഈ നിലവിലുള്ള UDF സർക്കാരിലെ PK കുഞ്ഞാലിക്കുട്ടിയുടെ പേരുണ്ടാവും, രമേശ് ചെന്നിത്തലയുടെ പേരുണ്ട്, ഉമ്മൻചാണ്ടിയുടെ പേരുണ്ട്, തുടങ്ങിയിട്ടുള്ള പ്രമുഖരായിട്ടുള്ള പലരുടെയും പേരുണ്ട്. അത് വേറൊരു വിഷയമാണ്. അപ്പം അതും ഇതും തമ്മിൽ നമ്മൾ കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല. അല്ല, ഞാൻ അതിനെ ന്യായീകരിക്കുകയല്ല. അതിനകത്തും തെറ്റുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഴിമതി ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തു കൊണ്ടുവരണം. ഇതിലെ വിഷയം അതല്ല. ഇത് നമ്മുടെ കമ്പനീസ് ആക്ട് പ്രകാരം ഫങ്ഷൻ ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിലെ ഉണ്ടായ ഫ്രോഡാണ്. അത് ആ ഫ്രോഡ് ഇല്ല എന്ന് തെളിയിക്കാൻ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുന്നിൽ അപ്പീലുമായി പോയ CMRL കമ്പനിക്ക് കഴിഞ്ഞില്ല. അതിലെ ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സർവീസ് ചെയ്ത പിണറായി വിജയൻ്റെ മകളുടെ കമ്പനി എക്സാലോജിക് എന്നുള്ള കമ്പനിക്ക് യുടെ ഭാഗം വന്നപ്പോൾ അത് ന്യായീകരിക്കാൻ അവർക്കും കഴിയുന്നില്ല. അതിനാവശ്യമായ എവിഡൻസ് ഇല്ല എന്നുള്ളതാണ്. മറ്റൊരു മൂന്നാമതൊരു ചോദ്യം ചോദിച്ചത് 2.78 crore ഇത്രയും 2 വർഷത്തെ കൈമാറ്റം നടന്നതിനെക്കുറിച്ചുള്ളതാണ്. ഇതിൽ ഏറ്റവും വലിയ എക്സാലോജിക്കിൻ്റെ കമ്പനിയുടെ ഏറ്റവും വലിയ ക്ലയൻറ്റ് എന്ന് പറയുന്ന ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഈ എക്സാലോജിക്കിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു ക്ലയൻറ്റ് മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ. അത് CMRL എന്നുള്ള ആകെ ഒരു വലിയ ഡീല് മാത്രമേ വന്നിട്ടുള്ളൂ. അവിടെ വേറൊരു സംശയത്തിൻ്റെ നിഴൽ വരുന്നു. അപ്പോൾ ഇതിനിടയിൽ ഈ കേസ് ഒറിജിനേറ്റ് ചെയ്തോടെ കമ്പനിക്കും ഈ എക്സാലോജിക്കുന്ന കമ്പനിക്കും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് 2017 മുമ്പ്, അതായത് 2017 CMRL കമ്പനിയുമായിട്ടുള്ള എഗ്രിമെൻ്റ് ആകുന്നത്. അതിനു മുമ്പുള്ള ഡീലുകൾ, അതിനു മുമ്പുള്ള ടേൺ ഓവർ, അപ്പോൾ 2014 രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ ടേൺ ഓവറിനെ കുറിച്ച് നോക്കുമ്പോൾ അതിലും സീറോയാണ്. ഈ കമ്പനിക്ക് യാതൊരു വ്യവഹാരവും സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളും 2014 മുതൽ 17 വരെ CMRL കമ്പനിയുമായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിലേക്ക് വരുന്നത് വരെ ഒരു ട്രാൻസാക്ഷനും അങ്ങനെ നടത്തിയിട്ടില്ല. മറ്റൊന്ന്, ഈ IT രംഗത്ത് ഈ കമ്പനി നടത്തിയിട്ടുള്ള സേവനങ്ങളെക്കുറിച്ചുള്ള ഒരു പിക്ചർ, നിങ്ങൾ എന്തൊക്കെ ഫെസിലിറ്റി, എന്തൊക്കെ കാര്യങ്ങളാണ് കാരണം ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ കമ്പനി രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ ആ മേഖലയിലെ സർവീസിനെ കുറിച്ച് ചോദിക്കുമ്പോഴും അവർക്ക് മറുപടി പറയാനുണ്ടായിട്ടില്ല. അപ്പം അതിൽ CMRL കമ്പനിക്ക് കൊടുക്കുന്നത് അഡ്വൈസ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അവർ പറയുന്നത് ഉപദേശങ്ങൾ കൊടുത്തു എന്നല്ല, അതൊരു റെക്കോർഡഡ് ആയിട്ടുള്ളൊരു വേർഷൻ അല്ല. റെക്കോർഡഡ് ആയിട്ട് നമുക്ക് ഇന്ന സർവീസ് ചെയ്തു, നമ്മളിപ്പോൾ AMC എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ ആനുവൽ മെയിൻ്റനൻസ് എന്നുള്ള തരത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ഇത്ര ഇന്ന മേഖലയിൽ ചെയ്തു, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സർവീസ് ചെയ്തു, അങ്ങനെയുള്ള ഒരു സർവീസ് ചെയ്താൽ റെക്കോർഡ് അവർക്ക് കാണിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇവർ കൊടുത്തിരിക്കുന്ന ഇമെയിലിലെ ആശയവിനിമയങ്ങളെ കുറിച്ചുള്ള റെക്കോർഡ് കൊടുക്കാൻ പറഞ്ഞത്. അതായത് 2 കമ്പനികളും തമ്മിലുള്ള എക്സാലോജിക്കും CMRL കമ്പനിയും തമ്മിലുള്ള വിനിമയങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച, ആ കാര്യത്തിലും അവർക്ക് മറുപടിയില്ല. അതുപോലെ മറ്റൊരു രേഖകളുമില്ല. മാത്രമല്ല എക്സാലോജിക് എന്നുള്ള കമ്പനി 2020 ആകുമ്പോഴത്തേക്കും പൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുത്തു എന്നുള്ളതാണ്. ഇപ്പം ഡോർമെൻ്റ് ആയിട്ട് മാറാനായിട്ട് സ്വയം അവർ അപേക്ഷ കൊടുക്കുന്നുണ്ട്. അതായത് 2019 ഇത്രയും വലിയൊരു ഡീല് കിട്ടി, നല്ലൊരു ടേൺ ഓവറിലേക്ക് കമ്പനിക്ക് പോകാനായി സാധിക്കുന്നു. 2020 തന്നെ ആ കമ്പനി അത് പൂട്ടണമെങ്കിൽ ഈ ഒരു ഡീലിന് വേണ്ടി മാത്രം ഇത്രയും കാലം തുറന്നു വെച്ചൊരു കമ്പനി അല്ല എന്നൊരു സംശയം പലർക്കും തോന്നുന്നു. അല്ല, ഈ പൂട്ടേണ്ടി വന്നത് ഇതിനിടയിൽ ആദായ നികുതി റെയ്ഡ് അടക്കുകയുണ്ടായി, ED രംഗത്ത് വരുന്നതുണ്ടായി. മാത്രമല്ല ഇത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ പരിധിയിൽ അന്വേഷണം തുടക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു വ്യവഹാരം തുടങ്ങിയതോടെയാണ് ഇത് പൂട്ടേണ്ടി വന്നത്. പൂട്ടണമെന്ന് നിയമമൊന്നുമില്ല. കാരണം ഒരു വിശേഷിച്ച് നമുക്കറിയില്ല, IT-യുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് സിവിൽ വ്യവഹാരമായതുകൊണ്ട് അത് പരിഹരിക്കപ്പെടാം, അല്ലെങ്കിൽ തെറ്റുകളെ തിരുത്താനുള്ള അവസരമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് വിവിധ ഏജൻസികൾ വർക്ക് ചെയ്യുന്നത്. അത് നമ്മൾ നടത്തിയ വ്യവഹാരം യഥാവിധിയാണ് എന്ന് സ്ഥാപിക്കണം. അപ്പോൾ ഇത് സ്ഥാപിക്കാൻ കഴിയാതെ മാത്രമല്ല 2020 ആകുമ്പോൾ 2021 അവർ ഇത് കമ്പനി ഡോർമെൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കാനായിട്ട് അപേക്ഷ കൊടുക്കുന്നത്. അതായത് കമ്പനി അടച്ചുപൂട്ടുന്ന, സർവീസ് മതിയാക്കുന്നതായിട്ട് അടച്ചുപൂട്ടുന്നത്. അപ്പോൾ ഒരു കസ്റ്റമർ, ഒരു ഭാഗ്യക്കുറി കിട്ടുന്ന പോലെയാണ് ഇവിടെ കസ്റ്റമർ വരുന്നത്. മാത്രമല്ല ഈ സർവീസിന് അവർ സ്വീകരിച്ച തുക മതിയായ രീതിയിലുള്ള രേഖകളില്ല എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്ന കാര്യം. അപ്പം നമ്മൾ സാധാരണ ED റെയ്ഡും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ED റെയ്ഡ് നടത്തുന്നതെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ പകപോക്കലാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നറേറ്റീവ്
യഥാർത്ഥത്തിൽ ശരിയല്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഈ EDയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന വിശേഷിച്ചും ഈ വിഷയത്തിൽ ED വരുന്നത് 2002 പാർലമെൻറ്റ് പാസ്സാക്കിയ ഏറ്റവും ശക്തമായ നിയമമാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്. അപ്പോൾ അത് പ്രകാരം ഇത്തരം കേസുകൾ വരുമ്പോഴത്തേക്കും ആ ആക്ട് എംപവർ ചെയ്യുന്ന ഏജൻസിയാണ് ED എന്നുണ്ട്. അപ്പോൾ EDക്ക് ഈ സാമ്പത്തിക രംഗത്ത് വിശേഷം നമ്മളിപ്പോൾ നമ്മൾ പുതിയ ലിബറൽ എക്കോണമി സ്വീകരിച്ചതിന് ശേഷമാണ് ഇത്തരം കമ്പനികൾക്ക് ഒരുപാട് പ്രസക്തി വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം നിയമങ്ങളില്ലെങ്കിൽ വളരെയധികം സാമ്പത്തികമായ ഫ്രോഡ് നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് തന്നെ വരുന്നത്. അപ്പോൾ അത് എൻഡോഴ്സ് ചെയ്യുന്നത് EDയിലാണ്. അപ്പോൾ അതിൻ്റെ പ്രകാരമാണ് ED വർക്ക് ചെയ്യുന്നത്. ഉദാഹരണത്തിന് 2004 മുതൽ 2014 വരെ ED, അതായത് UPA ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ED അറ്റാച്ച് ചെയ്ത, അതായത് സാമ്പത്തികമായി വ്യവഹാരങ്ങളെ നടന്നത് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കള്ളപ്പണമായി കാണുന്നതിനെ ഗവൺമെൻറ്റിലേക്ക് അറ്റാച്ച് ചെയ്യും. അത് 10 വർഷത്തെ, അതായത് UPA ഭരണ കാലഘട്ടത്തിലെ ED അറ്റാച്ച് ചെയ്ത് 5171 കോടി രൂപയാണ് ED അറ്റാച്ച് ചെയ്തത്. അതായത് ഈ ഇതുപോലെ കള്ളപ്പണ വ്യവഹാരം ഐഡൻറ്റിഫൈ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ 2014 മുതൽ 2024-25 വരെയുള്ള ഫിനാൻഷ്യൽ ഇയറിലെ 10 വർഷത്തെ EDയുടെ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് 1,19,000 കോടി രൂപയാണ് ഗവൺമെൻറ്റിലേക്ക് അറ്റാച്ച് ചെയ്തത്. അതായത് ഈ സാമ്പത്തിക വ്യവഹാരങ്ങളിലെ കള്ളപ്പണം ആണ് എന്ന് പ്രൂവ് ചെയ്യത്തക്ക തരത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തിലേക്ക്, അതായത് നമ്മുടെ ഗവൺമെൻറ്റിലേക്ക് കണ്ടുകെട്ടിയ തുകയെന്ന് പറയുന്നത് 1,19,000 കോടി രൂപയാണ്. UPA ഗവൺമെൻറ് സമയത്ത് വെറും 5,171 കോടിയായിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം മനസ്സിലായത്. അപ്പോൾ EDയുടെ അറ്റാച്ച്മെൻ്റ് എല്ലാം രാഷ്ട്രീയമാണെന്ന് പറഞ്ഞാൽ ശരിയല്ല. ഇത് കള്ളപ്പണം എന്നുള്ള യാഥാർത്ഥ്യമാണ്. കാരണം നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് മണി ലോണ്ടറിങ് ആക്ട് പ്രകാരവും മിസ്യൂസ് ചെയ്യാൻ കഴിയില്ല. ഒരു ഉദ്യോഗസ്ഥനോ ഒരു ഗവൺമെൻറ്റിനോ അത് മിസ്യൂസ് ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ കണക്കുകളിൽ വെച്ചിട്ടാണ്. മറ്റൊരു നറേറ്റീവ് വരുന്നത് ED കേസുകളിലെ കൺവിക്ഷൻ റേറ്റ് വളരെ കുറവാണ്. അത് 14%, 11%. അത് ശരിയല്ല. കാരണം നമ്മുടെ നിയമവ്യവസ്ഥ ആ തരത്തിലുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകുന്നു. ഉദാഹരണത്തിന് ഈ കേസ് തന്നെ ഒറിജിനേറ്റ് ചെയ്യുന്നത് 2019. അപ്പം ഇതിനുശേഷം നിരവധി കോടതികളിൽ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെതിരായിട്ട് സ്റ്റേ വരികയുണ്ടായി. അതിൽ കേരള ഹൈക്കോടതിയുണ്ട്, ബാംഗ്ലൂർ കർണാടക ഹൈക്കോടതിയുണ്ട്, ഡൽഹി ഹൈക്കോടതിയുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയുടെ ഏതാണ്ട് 2 വർഷത്തെ സ്റ്റേ വെക്കേറ്റ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ റെയ്ഡ് നടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സ്വാധീനമുണ്ടെങ്കിൽ, സമ്പത്തുണ്ടെങ്കിൽ രാജ്യത്തെ അറിയപ്പെടുന്ന വക്കീലന്മാരെ കൊണ്ടുവന്ന് കേസ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റേ ലഭിക്കും. അപ്പം കൺവിക്ഷൻ റേറ്റ് വെച്ചിട്ട് നമുക്ക് EDയുടെ നടപടികൾ ശരിയും തെറ്റും അളക്കുന്നത് ശരിയല്ല. മാത്രമല്ല, ഇന്ത്യയിൽ നടക്കുന്ന പല ക്രിമിനൽ കേസുകൾ, അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് നമ്മളെ കേരളത്തിൽ നടന്നിട്ടുള്ള കണ്ണൂർ ജില്ലയിൽ മാത്രം നടന്നിട്ടുള്ള കൊലപാതകങ്ങൾ, നമ്മളെ രാഷ്ട്രീയ കൊലപാതകങ്ങളെന്നുള്ള ഓമന പേരിൽ വരും. അതിൽ ബഹുഭൂരിപക്ഷം കൊലപാതക കേസ്, അതായത് CPM പ്രതിസ്ഥാനത്തുള്ള കൊലപാതക കേസിൽ ബഹുഭൂരിപക്ഷം കേസും കോടതിയിൽ വെറുതെ വിടുക ചെയ്തിട്ടുള്ളത്. ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ചില കേസുകൾ, TP ചന്ദ്രശേഖരൻ്റെ കേസ് പോലുള്ള കേസുകളാണ് ഈ ശിക്ഷിക്കപ്പെടുന്നത്. മറ്റ് ബഹുഭൂരിപക്ഷം കേസുകൾ ശിക്ഷിക്കപ്പെടാതാണ് പോയത്. അപ്പം കൺവിക്ഷൻ റേറ്റ് ഇല്ലാത്തതുകൊണ്ട് കണ്ണൂരിൽ കൊലപാതകങ്ങൾ നടന്നില്ല എന്ന് പറയും പോലെയാണ് നമ്മൾ ഈ EDയുടെ കേസിൽ കൺവിക്ഷൻ വന്നില്ല എന്ന് പറയുന്നത്. കാരണം കൺവിക്ഷൻ വരുന്നതിന് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കുറച്ചുകൂടെ കാലതാമസം ഉണ്ടാവും. നമ്മുടെ നിയമവ്യവസ്ഥ നമുക്ക് തന്നെ ഒരു ഉദാഹരണമായിട്ടുണ്ടല്ലോ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ലാവ്ലിൻ കേസ്. അതെ, എത്ര വർഷമായി മുന്നോട്ട് പോകുന്നു, എത്ര തവണയായി മാറ്റിവെക്കും. സുപ്രീം കോടതി തന്നെ ഇപ്പം നമ്മൾ ഗിന്നസ് ബുക്കിൽ വരുന്ന രീതിയിലാണ് ആ കേസ് മാറ്റിവെച്ചത്. 35 അതായത് ഈ ഉദാഹരണത്തിന് ഈ നമ്മുടെ പിണറായി വിജയൻ്റെ മകളുടെ വിഷയത്തിൽ നമുക്ക് വരുമ്പോൾ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് CMRL കമ്പനി, അപ്പോൾ CMRL കമ്പനിയുടെ വ്യവഹാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാമ്പത്തിക ഇടപെടൽ വെറും എക്സാലോജിക്ക് മാത്രമല്ല, മറ്റ് പല അവരുടെ ഇടപാടുണ്ട്. ആ വിഷയങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടുള്ള എൻക്വയറിയുടെ കാര്യത്തിലും ഇതുവരെ ഈ വിവിധ ഹൈക്കോടതികളിലെ അപ്പീലിന് മാത്രം അവർ കുറഞ്ഞത് 6-7 കോടി രൂപ കമ്പനി ചെലവഴിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ 2.7 crore ഈ കമ്പനിയുടെ, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ്റെ വിഷയമാണ്. ഒരു സിനിമയിൽ പറയുന്നത് പോലെ സിദ്ദിഖ് തമാശ രൂപേണ നമ്മൾ പലവണ ട്രോളിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ 1 കോടി വീണ്ടെടുക്കാൻ വേണ്ടി 2 കോടി വേണമെങ്കിൽ ഞാൻ ചിലവാക്കാം. അതുപോലെ ഈ 2 കോടി നമ്മളിപ്പോൾ ഈ എക്സാലോജിക്കിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കേസ് ഒറിജിനേറ്റ് ചെയ്തതിന് ശേഷം തന്നെ
എത്ര കോടി രൂപ വക്കീൽ ഫീസായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം കേരളത്തിൽ തന്നെ നമ്മുടെ ഈ ആദ്യം വിജിലൻസ് കോടതിയിലാണല്ലോ ഈ വിഷയങ്ങൾ വരുന്നത്. നമ്മൾ മാത്യു കുഴൽനാടൻ മുന്നോട്ട് വന്നത്. അപ്പോൾ ആ സമയം ഉൾപ്പെടെ നമുക്കറിയാം, നമ്മൾ ഗവൺമെൻറ് ലോയേഴ്സിനെ മാറ്റിയിട്ട് അവിടെയും ലോയേഴ്സിനെ ഇറക്കുമതി ചെയ്തിട്ടാണ് പലപ്പോഴും വാദിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കേരള ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവർക്ക് ഷെയറുള്ള കമ്പനിയാണ് CMRL എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയം, കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ആനുകൂല്യം പറ്റാനായിട്ട്, അതായത് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ പിന്തുണയും ഒപ്പം ഭരിക്കുന്ന പാർട്ടിയുടെ പിന്തുണയും നേടാനായിട്ടാണ് CMRL കമ്പനി ഈ തരത്തിലുള്ള ഒരു നീക്കം നടത്തിയെന്നുള്ളത്. അതായത് പൊതുവിൽ നമുക്ക് പറയാനായി സാധിക്കും, വീണ വിജയൻ എങ്ങനെ ആ ഒരു കോൺട്രാക്ട് കിട്ടി എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രം കിട്ടി എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അത്രയേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ആ കമ്പനി വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സർവീസ് രംഗത്ത് അവർ ഒരു ഹിസ്റ്ററി ഉണ്ട്. അങ്ങനെയുള്ളൊരു കമ്പനിയുടെ ഒരു ഇടപാടിലാണ് തർക്കമുണ്ടാകുന്നതെങ്കിൽ നമുക്ക് വാദത്തിന് വേണ്ടി നമുക്ക് അവരോടൊപ്പം നിൽക്കാം. ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ കമ്പനി സ്ഥാപിച്ച് 3 വർഷം അതിന് ഒരു ഇടപാടും നടന്നിട്ടില്ല. അപ്പോൾ 3 വർഷത്തിന് ശേഷം ഒരു മേജർ കമ്പനിയുമായിട്ട് ഇടപാട് നടക്കും, ഒരു എഗ്രിമെൻ്റ് എത്തുന്നു. ആ എഗ്രിമെൻറ്റിൽ വഴിവിട്ട രീതിയിൽ സർവീസ് എന്താണെന്ന് കാണിക്കാതെ പൈസ സ്വീകരിക്കുന്നു, ഒപ്പം വായ്പയും സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഓരോ മാസവും 5 ലക്ഷം രൂപ വീണ വിജയനും 3 ലക്ഷം രൂപ എക്സാലോജിക്കിനും ഈ CMRL കമ്പനി കൊടുക്കുന്നു. അപ്പോൾ ആ കൊടുക്കുന്നതിൽ തെറ്റില്ല, അവിടെ സർവീസ് എന്താണെന്ന് കാണിക്കണം. രണ്ടാമത് ഈ കമ്പനിയുടെ ചരിത്രത്തിലും മറ്റ് സർവീസ് ചെയ്തതായിട്ട് പറയുന്നില്ല. അവിടെയാണ് നമ്മൾ ഇതിൻ്റെ പുറകിൽ അഴിമതി പുറത്തു വരുന്നത്. അതായത് ഭരണകൂടത്തിന് നേരിട്ട് കൈക്കൂലി കൊടുക്കാൻ കഴിയാതെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇതുപോലെ ഒരു ആർട്ടിഫിഷ്യൽ കമ്പനി രൂപീകരിച്ചുകൊണ്ട് ഒരു വ്യാജ കമ്പനി എന്ന് പറയാൻ, അത് നിയമപരമായിട്ട് തന്നെയാണ് അത് നിലവിൽ വരുന്നത്. നിയമപരമായി കൈക്കൂലി മേടിച്ചു. അതെ. മറ്റൊന്ന് എക്സാലോജിക്ക് എന്തുകൊണ്ടാണ് അടച്ചുപൂട്ടുന്നത്? അപ്പോൾ ഇത്തരമൊരു വ്യവഹാരം വന്നതുകൊണ്ട് ഒരു കമ്പനി അടച്ചുപൂടൽ നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ പൊതുമണ്ഡലത്തിൽ നമ്മൾ നോക്കിയാൽ കോർപ്പറേറ്റുകൾക്കെല്ലാം തന്നെ കേസുകളുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ആ കമ്പനി അടച്ചുപൂട്ടണമെന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് അടച്ചുപൂട്ടുന്നില്ല? കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആ തരം സർവീസ് കൊടുത്തുള്ള ചരിത്രമോ അതിനുള്ള എക്സ്പെർട്ടൈസോ അവർക്കില്ല. അപ്പോൾ അതിനുള്ള ആ സ്റ്റാഫും അവർക്കില്ല. ഈ ഒരു ഇടപാടിന് വേണ്ടി തട്ടിക്കൂട്ടിയൊരു കമ്പനി ആയതുകൊണ്ടായിരിക്കണം ഇത് 2020 ആകുമ്പോഴത്തേക്കും അത് ഡോർമെൻ്റ് കമ്പനിയായിട്ട് പ്രഖ്യാപിക്കാനായിട്ടുള്ള അപേക്ഷ കൊടുക്കുന്നത്. സാർ, അങ്ങനെ നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. അപ്പോൾ നിലവിൽ ഇനി എന്തൊക്കെയായിരിക്കാം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്? പ്രത്യേകിച്ച് ED ശക്തമായി തന്നെ ബാങ്ക് അക്കൗണ്ട് അടക്കം മരവിപ്പിച്ചുകൊണ്ടാണ് നീക്കം നടത്തുന്നത്. സമൻസ് നൽകും, ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും, അങ്ങനെയുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. എന്തായിരിക്കാം ഇനി മുന്നോട്ട്? ഈ കേസിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ പിണറായി വിജയൻ്റെ താമസിക്കുന്ന വീട്ടിലെ റെയ്ഡിനോടനുബന്ധിച്ചുണ്ടായ പ്രതിഷേധം, അക്രമ സമരം, ED ഉദ്യോഗസ്ഥരെ അവരെ വധിക്കുന്ന തരത്തിൽ ആ തരത്തിലേക്കുള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിക്രൂരമായി നമ്മൾ കണ്ടു. 3 വാഹനങ്ങളെ അടിച്ചു തകർക്കുന്നു. അതിൻ്റെ പുറകിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട്. നമ്മൾ ഈ നിയമമനുസരിച്ചിട്ട് യഥാർത്ഥത്തിൽ EDക്ക് സമാന്തരമായിട്ട് വേറൊരു കേസ് കൊടുക്കാനുള്ളൊരു പ്രൊവിഷനുണ്ട്. കാരണം EDയുടെ നിയമപരമായി ഭരണഘടനാപരമായി അവർ ചെയ്യേണ്ട ജോലി തടസ്സപ്പെടുത്തിയത് എന്നുള്ളത്. അപ്പോൾ ആ തടസ്സപ്പെടുത്തിയതിൽ ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് റോളുണ്ടാണ്. കാരണം ഇത്രയും ഒരു മാസ് അവിടെ എങ്ങനെയാണ് വന്നത്? കാരണം കേരളത്തിലെ CPM ഭരണത്തിലിരുന്ന സമയത്ത് 2020 അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ്റെ വീട്ടിലും അദ്ദേഹത്തിൻ്റെ മകനുമായി ബന്ധപ്പെട്ട 6 ഇടങ്ങളിൽ ഇതുപോലെ ഇൻകം ടാക്സ് ITയുടെയും ED റെയ്ഡ് നടക്കുകയുണ്ടായി. അന്ന് പാർട്ടി സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ ഇത് പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയമല്ല, ഇത് ഒരു വ്യക്തി, എൻ്റെ മകനായ ഒരു വ്യക്തിയാണ്, നിയമം അനുശാസിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞു. ഈ വിഷയത്തിൽ പിണറായി വിജയനുമായിട്ട് നിലവിൽ യാതൊരു ബന്ധവുമില്ല. അപ്പം പിണറായി വിജയൻ ഇതിലില്ല. CPM ഈ വിഷയവുമായി ബന്ധപ്പെട്ടില്ല. പിണറായി വിജയൻ്റെ ഒരു മകൾ, അവരുടെ കോളേജ് വിദ്യാഭ്യാസം പോലും കേരളത്തിൽ പഠിച്ചതല്ല. അപ്പം കേരളത്തിലെ CPM ആയിട്ടോ SFI ആയിട്ടോ അല്ലെങ്കിൽ CPMൻ്റെ മറ്റ് പോഷക സംഘടനകളിലോ ഒന്നും പ്രവർത്തിച്ചവരല്ല. അവർ സ്കൂൾ കഴിഞ്ഞതിന് ശേഷം കോയമ്പത്തൂരിൽ പോയിട്ട് ഒരു സ്വാശ്രയ കോളേജിൽ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് പഠിച്ചിറങ്ങുന്നത്. അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഒരു തരത്തിലും പ്രവർത്തിക്കാത്ത ഒരു വ്യക്തിയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് പാർട്ടിയുടെ സമുന്നത നേതാക്കൾ, മുൻ മന്ത്രിമാരൊക്കെ അവിടെ അണിനിരന്നു? അപ്പോൾ അതിൻ്റെ പുറകിലൊരു ഗൂഢാലോചന ഉണ്ടാവും. അതിൻ്റെ പുറകിൽ ശക്തമായ ചില കരങ്ങളുണ്ട്. അത് പുറത്തു വരുന്നതിന് വേണ്ടിയിട്ട് കേരള പോലീസ് ഒരു ശ്രമവും നടത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പോഴും കേരള പോലീസ് പിണറായി വിജയൻ്റെ
കീഴിൽ തന്നെയാണ് എന്നതാണ്. കാരണം ആഭ്യന്തര വകുപ്പ് ഒരു നിഴൽ കാരണം ഇവിടെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത 25ഓളം പേര് ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നു. അതെല്ലാം തന്നെ നമ്മൾ സാധാരണ ഈ താഴെത്തട്ടിലുള്ള പാവപ്പെട്ടവർ മുകളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് ജോലിക്ക് വന്നവരാണ്. അവർ കാണിച്ച ക്രിമിനൽ കുറ്റം എന്ന് പറയുന്നത് പാർട്ടിയോടുള്ള വിധേയത്വത്തെക്കാളുപരി അവർ പാർട്ടിക്ക് വേണ്ടി ഇത്തരം ഗുണ്ടാപ്പണികൾ ചെയ്യുന്നവരാണ്. യഥാർത്ഥത്തിൽ അവരെ വിട്ടവരെയാണ് പിടിക്കേണ്ടത്. യഥാർത്ഥത്തിൽ പ്രതി ചേർക്കേണ്ടത് ഇവരെ നിയോഗിച്ചവരെയാണ്. അതിവിടെ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് സമാന്തരമായിട്ട് ഏതാണ്ട് EDയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ 11,106 റെയ്ഡുകൾ അല്ലെങ്കിൽ സെർച്ചുകൾ അവർ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഓൾ ഓവർ ഇന്ത്യ. അപ്പോൾ അതിൽ 6,444 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. അതിൽ 2,416 കേസുകൾക്ക് ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ 11,106 റെയ്ഡ് അല്ലെങ്കിൽ സെർച്ച് നടത്തിയെടുത്ത് ആകെ വിഷയമുണ്ടായത് ബംഗാളിലെ 2 സ്ഥലത്താണ്. ഒന്ന് മമതാ ബാനർജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം, മറ്റേ ഷാജഹാൻ ഷെയ്ഖ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ കുപ്രസിദ്ധനായ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവാണ്. ഒരുപാട് നിരവധി വിഷയങ്ങളുണ്ടായി. അപ്പോൾ അതിൽ ഇതുപോലെ ക്രൂരമായ ആക്രമണം ഉണ്ടായ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി അവിടുത്തെ ലാൻഡ് ഓർഡർ ബ്രേക്ക് ഡൗൺ ആണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി പരാജയപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ച സാഹചര്യമുണ്ടായി. അതുപോലെ സുപ്രീം കോടതിയുടെ കമൻസും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മമതയുമായി ബന്ധപ്പെട്ട് വരികയുണ്ടായി. അപ്പോൾ ആ 2 സംഭവങ്ങളിൽ പിന്നെ സംഭവിച്ചത് അത് CBI ആ കേസ് ഏറ്റെടുക്കുകയും UAPA പ്രകാരം ഇന്ന് ഷാജഹാൻ ഷെയ്ഖ് 2 വർഷമായി ജയിലിൽ കിടക്കുകയാണ്. അപ്പം ജാമ്യം പോലും ലഭിക്കാതെ. അതിന് സമാനമായ കേസാണ് കേരളത്തിലും ഉണ്ടായത്. അതായത് വീണയ്ക്കെതിരെയും സമാനമായി ഇത്തരത്തിലൊരു ഗൂഢാലോചന നടത്തിയെന്ന രീതിയിൽ ആ തരത്തിലുള്ള വേണമെങ്കിലല്ല, ആ തരത്തിലുള്ള അക്രമമാണ് തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്നത്. കാരണം നമ്മൾ ആ 3 കാറുകളെ നമ്മൾ ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ള 4 പേരാണുള്ളത്. അപ്പം അവർ സഞ്ചരിച്ച നമ്മൾ സാധാരണ പ്രതിഷേധ പ്രകടനങ്ങൾ ആകാം. ഇപ്പം നമുക്ക് അറിയാമല്ലോ, നമ്മുടെ ആ തരത്തിലുള്ള പല തരത്തിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, കല്ലുകൊണ്ട് നമ്മളിതെല്ലാം ലൈവായിട്ട് ലോകം മുഴുവനും കാണുകയാണ്. ആ തരത്തിൽ വളരെ ക്രൂരമായ രീതിയിൽ ആക്രമിക്കുന്ന സ്ഥലത്തിൽ ഒരു അവസ്ഥ വന്നപ്പോൾ അതിന് നമുക്ക് നിസ്സാരമായി കാണാൻ കഴിയില്ല. ഇതുപോലെയുള്ള ആക്രമണം തന്നെയാണ് ഷാജഹാൻ ഷെയ്ഖിൻ്റെ കേസിലും ഉണ്ടായത്. അത് പിന്നെ CBIക്ക് വിട്ടു. അപ്പോൾ ഈ കേസും അതുപോലെ കുറച്ചുകൂടി ബലപ്പെടാനാണ് സാധ്യത. ഇതിൽ CPMൻ്റെ നേതാക്കളും പ്രവർത്തകരെ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ മകളെ പറ്റിക്കുകയായിരുന്നു. അതായത് ഒരു തരത്തിലും ഈ കേസിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാതിരിക്കാനുള്ള വഴികളെല്ലാം CPM പ്രവർത്തകർ തന്നെ തിരുവനന്തപുരത്ത് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ നമ്മൾ ഈ തിരുവനന്തപുരത്തുള്ള പ്രതിഷേധത്തിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്. കാരണം ഇതിൽ ED ശക്തമായിട്ട് മുന്നോട്ട് പോകും. കാരണം നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന തരത്തിൽ നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ, കാരണം ഇത്തരം വിഷയത്തിൽ ഒരിക്കലും ഗവൺമെൻറ്റിന് പിന്നോട്ട് പോകാൻ കഴിയില്ല. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 11,106 സെർച്ചുകൾ നടന്നു കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ രാജ്യത്ത്. അതിൽ പ്രമുഖ കമ്പനികളെല്ലാം അതിനകത്ത് പെടും, പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ പെടും. തമിഴ്നാട്ടിലും കർണാടകത്തിലുൾപ്പെടെ ഇപ്പോൾ DK ശിവകുമാർ, ഇപ്പോൾ മുഖ്യമന്ത്രിയാകുന്ന DK ശിവകുമാരൻ ഉൾപ്പെടെ ആൾക്കാർ അതിനകത്ത് പെടുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു സ്ഥലത്തും ഒരു തരത്തിലുമുള്ള അക്രമം ഉണ്ടായിട്ടില്ല. കാരണം നിയമം പാലിക്കാനായിട്ട് അല്ലെങ്കിൽ ഇവിടെ വരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരോട് സഹകരിക്കാനാണ് ആ തരത്തിലെ ആളുകൾ ചെയ്തത്. കാരണം ആ തരത്തിൽ ഒരു കോമൺ സെൻസ് ഉള്ളവർക്കത് മനസ്സിലാവും. ഇപ്പോൾ CPM ചെയ്യേണ്ട CPMൻ്റെ സ്റ്റഡി ക്ലാസ്സുകളിലെങ്കിലും അണികൾക്ക് കുറച്ചൊരു നിയമബോധം, പൊതുമുതൽ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് എന്താണ് ആ തരത്തിലുള്ള ഒരു, അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ കോളേജ് തലത്തിലെങ്കിലും കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ് ഇത്തരം പൊതുമുതൽ നശിപ്പിക്കുന്നതിന് ഉള്ള ശിക്ഷ എന്താണെന്നുള്ളത്. അതുകൊണ്ട് പിണറായി വിജയൻ്റെ മകളുടെ കേസ് കൂടുതൽ ശക്തിപ്പെടാനാണ് സാധ്യത. തെളിവുകളെല്ലാം അവർക്കെതിരാണ്. മാത്രമല്ല ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചതിലൂടെ കൂടുതൽ ആ കേസ് ബലപ്പെടുക ചെയ്തത്. ശരി, വളരെ നന്ദി സാർ. അപ്പോൾ എന്തായിരുന്നാലും ഇനി മുന്നോട്ടുള്ള അന്വേഷണത്തെ ഇത് പ്രതികൂലമായി തന്നെ ബാധിക്കും, വീണയ്ക്കത് തിരിച്ചടിയാകും എന്ന് തന്നെയാണ് ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്തേണ്ടത്. അതിനുള്ള ഉദാഹരണമടക്കം ഡോക്ടർ KJ പ്രസാദ് അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. ഇനി എന്തായിരിക്കും മുന്നോട്ട് പോക്ക് എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. നന്ദി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.